മോളീസ് കിച്ചൺ. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു മിൽക്ക് ഷേക്കാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണിത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ബീട്രൂട്ട് ഉപയോഗിച്ചാണ് ഞാൻ ഇന്നത് ഉണ്ടാക്കുന്നത്. ഇത് ബീട്രൂട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു തൊലി കളഞ്ഞ ഒരു പാത്രത്തിൽ മുറിച്ചിടുക. അതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുക്കറിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത് വരണം. ഇതൊരു 6 വിസിൽ വരുന്ന വരെ നന്നായിട്ടൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇത് മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ച് ജ്യൂസ് എടുക്കാൻ കഴിയുള്ളൂ. അതിന് ശേഷം കുക്കർ വിസിൽ വന്നതിന് ശേഷം കുക്കറിലൊരു സ്ക്യൂറോ പപ്പടക്കോലോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് കുത്തി നോക്കുക വെന്തിട്ടുണ്ടോ എന്ന്. നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് കുക്കർ തുറന്ന് വെച്ചേക്കുക. കുറച്ച് ടൈം തുറന്ന് വെച്ചതിന് ശേഷം ചൂട് പോയിട്ടുണ്ടെങ്കിൽ അത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇത് ബീട്രൂട്ട് വേവിക്കാൻ എടുത്ത വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് ഒരുമിച്ച് തന്നെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് ജ്യൂസ് എടുക്കുക. നന്നായിട്ട് അരഞ്ഞു വന്ന ശേഷം അതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അഥവാ തിക്കാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ ബാക്കി തരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് മിക്സിയിലിട്ട് അരിച്ചെടുക്കുന്നത് നന്നാവും. നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റി വെക്കാം. ഇത് നമുക്ക് നല്ല പോഷക ഗുണങ്ങളൊക്കെ ഉള്ളൊരു ജ്യൂസാണ്. നന്നായിട്ട് തരിച്ചെടുത്തതിന് ശേഷം ഒരു തിക്കായിട്ടുള്ളൊരു ജ്യൂസാണ് നമുക്ക് കിട്ടുക. അത് ഒന്നുകൂടി മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചെടുക്കണം. ഇതിൽ ഷേക്കിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കട്ടപ്പാലാണ് വേണ്ടത്. അത് ആദ്യം തന്നെ കട്ടപ്പാൽ എടുത്തു വെക്കണം. ഈ ജ്യൂസ് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മുടെ കട്ടപ്പാൽ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു ബീട്രൂട്ടിലേക്ക് 2 കപ്പ് കട്ടപ്പാലാണ് വേണ്ടത്. പാലിട്ടതിന് ശേഷം നമ്മളെ മധുരത്തിനനുസരിച്ചാണ് ഷുഗർ ഇടേണ്ടത്. ഷുഗറിന് പകരം വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും യൂസ് ചെയ്യാം. ഷുഗർ ഏകദേശം ഒരു അരക്കപ്പോളം ഷുഗർ എന്തായാലും വേണ്ടി വരും. അതിലും കൂടുതൽ മധുരം വേണ്ടവർ കുറച്ചുകൂടി മധുരം ഇടുക. ഒന്നുകൂടി അടിച്ച് നോക്കിയതിന് ശേഷം മധുരം നോക്കിയതിന് ശേഷം വീണ്ടും പഞ്ചസാര ഇട്ടാൽ മതി. പഞ്ചസാര ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുക. അത് ബീട്രൂട്ടിൻ്റെ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം ഇതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഷുഗർ അലിയാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. ഒരു 3-4 സ്കൂപ്പ് ഐസ്ക്രീം ഇടുന്നത് നന്നാവും. നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഐസ്ക്രീം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസാണ്. നമുക്ക് ഫങ്ഷൻസിനും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് ബീട്രൂട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു മിൽക്ക് ഷേക്കാണ്. കുട്ടികൾക്ക് ബീട്രൂട്ട് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ജ്യൂസാക്കി കൊടുത്താൽ അവർക്ക് വളരെയധികം ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്കിത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇടുക. വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമുള്ളതല്ല. ഞാൻ ഇപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു പീസ് ബീട്രൂട്ടിൻ്റെ പീസും വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോകൾ കിട്ടുന്നതിന് വേണ്ടി, നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.